നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TI തോമസ് ഐസക് പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1000 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് 7000 വേതനം കൂട്ടിക്കൊടുത്തത് കഴിഞ്ഞ LDF സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന സർക്കാരുമാണ് ഇൻസെന്റീവ് നൽകേണ്ടത്. കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ 3 മാസമായി ഇൻസെന്റീവ് നൽകാതിരിക്കുകയാണ്. അതുകൊണ്ട് ആശാ വർക്കർമാർ സമരം നടത്തേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുൻപിൽ അല്ല, അതിന് തൊട്ടടുത്ത ഏജൻസീസ് ഓഫീസിന് മുന്നിലാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ആശാ വർക്കർമാർ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ, അവർക്ക് ഈ തുകയൊന്നും പോരാ. മാന്യമായിട്ടുള്ള ശമ്പളം വേണമെന്നുള്ള ഡിമാൻഡ് ശരിയാണ്. പക്ഷേ സമരം ചെയ്യേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിന് മുന്നിലാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന്, അത് 7000 ആക്കി. അത് വേറൊരു സർക്കാരുമല്ല, ഇടതുപക്ഷ സർക്കാരാണ് വർദ്ധിപ്പിച്ചത്. 1000-ൽ നിന്ന് 7000 ഇൻസെൻറ്റീവ്. ആ ഇൻസെൻറ്റീവ് കൂടി ചേർക്കുമ്പോൾ 13000 രൂപയുണ്ട്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടോ ഈ തുക? കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള സമരം ആശാ വർക്കർമാർ മാത്രമല്ല മറ്റു തൊഴിലാളി സംഘടനകളും മുൻനിർത്തി രാജ്യത്തെ CITU നടത്തുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ.